ചെയ്ത തെറ്റിൽ ഭയങ്കരമായിട്ട് ഖേദമുണ്ടാവണം. വരാനിരിക്കുന്ന കാലത്ത് ചാൻസ് കിട്ടിയാൽ തെറ്റ് ചെയ്യും. ഇന്ന് നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്, ബഫറിങ് ആയതുകൊണ്ടാണ്, നെറ്റ് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ്, അത് തോന്നയാവില്ല. മറിച്ച് വരാനിരിക്കുന്ന കാലത്ത് തെറ്റില്ലാത്തൊരു ജീവിതം ദൃഢപ്രതിജ്ഞ എടുത്താൽ ആ തോപ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കൂട്ടരെ നമ്മക്ക് അള്ളാനെ അറിയാത്തോണ്ടാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ആളോട് ഭയങ്കര ഇഷ്ടം വെക്കുന്ന റബ്ബ. യുഹിബ്ബുത്തവ്വാബീൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ആരാ പറയണത്? അള്ളാഹ് തന്നെയല്ലേ പറയണത്. അള്ളാഹ്ക്ക് എന്തെല്ലാം അള്ളാഹിനെ കുറിച്ച് പറയാനുണ്ട്. എന്നിട്ട് എന്താ അള്ളാഹു 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് തന്നെ ബിസ്മില്ലാഹി, അള്ളാന്റെ പേരിൽ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാനാണ്, എന്നെ നിങ്ങൾക്ക് അറിയാം, അർ റഹ്മാൻ അർ റഹീം. അർത്ഥം എന്താ? ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്നവൻ. സെൽഫ് ഇൻട്രൊഡ്യൂസിംഗിൽ ആദ്യ പോയിന്റ് എന്നതാ. അള്ളാഹ് എന്തെല്ലാം അള്ളാഹിനെ കുറിച്ച് പറയാനുണ്ട്. എന്നിട്ടെന്താ അള്ളാഹു ആദ്യം എങ്ങനെ പറയണത്? ഇസ്ലാം കാരുണ്യാണ്, ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. എന്ത് ചെയ്തു പോയാലും 100 ആളെ കൊന്ന ആൾക്ക് തൗബ കൊടുത്ത മതമാണ് ഇസ്ലാം. ഞാൻ നന്നാവൂല എന്ന് വിചാരിക്കുന്നത് കടുത്ത അബദ്ധമാണ്. അതൊരു വൻദോഷത്തിലേക്ക് എത്തുമെന്നാണ് ഇമാം സുബക്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിന്റെ അവസാനം പറഞ്ഞത്. ഞാൻ നന്നാവൂല എന്നല്ല വിചാരിക്കേണ്ടത്, ഞാൻ നന്നാവും, എന്റെ റബ്ബ് എന്നെ നന്നാക്കും, എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടും, അങ്ങനെ വിചാരിക്കണം.